ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 75-ാമത്തെ സങ്കീർത്തനം ധ്യാനിക്കുന്നു. ദൈവമാണ് വിധികർത്താവ് എന്നുള്ളതാണ് സങ്കീർത്തകൻ. 10 വചനങ്ങൾ ദുഷ്ടന്റെ കൊമ്പുകളെക്കുറിച്ചും ന്യായവിധിയുടെ പാനപാത്രത്തെക്കുറിച്ചും ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം ഹന്നായുടെ കീർത്തനവുമായിട്ട് ഏകദേശം താരതമ്യപ്പെടുത്താനായിട്ടാവും. ഒരു കൃതജ്ഞതയുടെ മനോഭാവമാണ് ഈ സങ്കീർത്തനത്തിലുടനീളം കാണുന്നത്. ഏതായാലും ഇസ്രായേൽ ജനം വിപ്രവാസത്തിന് ശേഷമുള്ള ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് കരുതാനും പറ്റും. ഇതൊരു പ്രബോധന സങ്കീർത്തനമാണ്. ഒരു ആരാധനാ സമൂഹത്തിന്റെ സമ്മേളിക്കലിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ദുഷ്ടന്റെ കൊമ്പ് ദൈവജനത്തിനെതിരെ ഉയരുമ്പോഴും ദൈവം നീതിമാന് ശക്തിയും അനുഗ്രഹവും സംരക്ഷണവും നൽകുന്നു. നീതിമാൻ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ തണലിലാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ അവർണ്ണനീയമായിട്ടുള്ള പ്രവൃത്തികൾക്ക് നന്ദി പറയുവാനായിട്ട് സമ്മേളിച്ചിരിക്കുന്ന ഒരു ജനം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ വഴി അവിടുന്ന് ജനങ്ങളുടെ മേൽ നടത്തുന്ന അത്ഭുതകരമായിട്ടുള്ള ഇടപെടലിനെയും സങ്കീർത്തകൻ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയായിട്ടുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന്. ഞങ്ങൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും നിന്റെ കൃപ, അതിൻ്റെ തണലിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണം. നിന്റെ സാന്നിധ്യം നിരന്തരം എല്ലാ നിമിഷവും തിരിച്ചറിയുവാനായിട്ട് നിന്റെ ദൂതന്മാർ ഞങ്ങളെ വഴി നടത്തുന്നു എന്നുള്ള ബോധത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം ചിലവഴിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.